ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ തത്സമയം ചേരുകയാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ പിൻഗാമിയെ ഇന്നറിയാൻ കഴിയും. ഇന്ന് ഉച്ചയോടെ ആദ്യ ഫലസൂചനകൾ ലഭിക്കും. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയതെന്നും ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക് അറിയിക്കുന്നു. ഗുഡ് മോർണിംഗ് മെറിൻ മേരി ചാക്കോ. വിദേശ വാർത്തയിലേക്ക്. ഗുഡ് മോർണിംഗ് SKN. പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനായി ഇറാനിലെ ജനങ്ങൾ ഇന്നലെ വോട്ട് ചെയ്തു. പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. പ്രധാനമായും 4 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നേരത്തെ വൈസ് പ്രസിഡന്റ് അടക്കം 2 പേർ തങ്ങളുടെ പത്രിക പിൻവലിച്ചിരുന്നു. പ്രസിഡന്റിനെ ഒറ്റക്കെട്ടായി തിരഞ്ഞെടുക്കണം എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പത്രിക പിൻവലിച്ചത്. കൂടുതൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സായുധ കമാൻഡറായിട്ടുള്ള ഗലി ബാഫിനാണ്. അതുപോലെ തന്നെ നയതന്ത്രജ്ഞനായിട്ടുള്ള സയ്യിദ് ജലീലിക്കും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ഈ ജലീലിക്ക് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനിയുമായും അതുപോലെ തന്നെ സായുധ വിഭാഗമായിട്ടുള്ള IRGCയുമായും അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ഇന്ത്യയിലും ഇന്നലെ ഇറാൻ പൗരന്മാർക്ക് വോട്ട് ചെയ്യുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. മുംബൈ, പൂനെ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ഇവർക്ക് വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയത്. ഇതിൽ ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ നന്ദി പറയുകയും ചെയ്തു. എന്തായാലും ഇറാന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വോട്ടിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. 40% പേർ മാത്രമാണ് വോട്ട് ചെയ്യാനെത്തിയത്. അതുകൊണ്ട് തന്നെ പോളിംഗ് സമയം ദീർഘിപ്പിച്ചിരുന്നു. ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത് ഹൈ ടേൺ ഔട്ട് ഈസ് എ ഡെഫിനറ്റ് നെസസിറ്റി എന്നാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് മണിക്കൂറുകളെല്ലാം തന്നെ 2 മണിക്കൂറിലധികം ദീർഘിപ്പിച്ചിട്ട് പോലും വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു. സ്ത്രീകൾ തന്നെ വോട്ടിങ്ങിനെത്തിയത് തന്നെ വളരെ കുറവായിരുന്നു. എന്തായാലും പുതിയൊരു നേതാവിന് വേണ്ടി, നല്ലൊരു നേതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് തന്നെയാണ് ആയത്തുള്ള ഖൊമേനി പറഞ്ഞത്. മാത്രമല്ല, ഇറാനിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സന്തോഷത്തിന്റെ ദിനമെന്നും പറയുന്നു. ഇറാനിൽ ഇപ്പോൾ സാമൂഹിക സാമ്പത്തിക സാഹചര്യം ജനങ്ങളെ സ്വാധീനിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ മേൽ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ പേരിൽ ഇറാന്റെ മേൽ ഉപരോധം നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, പണപ്പെരുപ്പമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുമായി അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർക്ക് വോട്ട് ചെയ്താലും തങ്ങളുടെ നിലയിൽ മാറ്റം വരാൻ പോകുന്നില്ല എന്നുള്ളൊരു നിലപാടിലാണ് ജനമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്താൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സ്ത്രീകൾ കുറഞ്ഞ തോതിൽ മാത്രമാണ് വോട്ട് ചെയ്യാൻ വന്നത്. 2022 മഹ്സ അമിനിയുടെ മരണം, ഹിജാബുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ മരിച്ച മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ ആകമാനം പ്രക്ഷോഭം പുറപ്പെട്ടിരുന്നു. ഇതിൽ 500-ലധികം പേരാണ് മരിച്ചത്. ഈ ഒരു സംഭവം വോട്ടിങ്ങിനെ സ്വാധീനിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടെ ആദ്യ ഫല സൂചനകൾ ലഭ്യമാകും. ഇറാനിലെ ഇബ്രാഹിം റൈസിയുടെ പിൻഗാമി ആരെന്നത് തന്നെ അറിയാൻ സാധിക്കും. SKN. മെറിൻ, മറ്റൊരു കാര്യം, 3ാം തവണയും പ്രധാനമന്ത്രിയായി മാറിയ നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. ജൂലൈ അടുത്ത മാസം 3ാം വാരമായിരിക്കും അദ്ദേഹത്തിൻ്റെ സന്ദർശനം. ഒരുപാട് കരാറുകളിലൊക്കെ ഒപ്പിടും എന്ന വാർത്തയും വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? റഷ്യയിലേക്കാണല്ലോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ യാത്ര. SKN. റഷ്യ സന്ദർശിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങുന്നു. ജൂലൈ 2ാം വാരം, അതായത് ജൂലൈ 8-നാകും സന്ദർശനമെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ച ശേഷം ഇത് മോദിയുടെ ആദ്യ സന്ദർശനമാണ്. 2021-ലാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലെത്തിയത്. അത് ഇന്ത്യ റഷ്യ സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. പിന്നീട് ഇരുവരും കൂടിക്കാഴ്ച നടത്തി. 2022 ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. പുടിന് ഇത് പ്രസിഡന്റ് പദവിയിൽ 5ാമത്തെ ഊഴമാണ്. പ്രധാനമന്ത്രി കസേരയിൽ ഇത് മോദിക്ക് 3ാമത്തെ ഊഴമാണ്. അതുകൊണ്ട് തന്നെ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. ഇന്ത്യ എക്കാലത്തെയും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് റഷ്യ. നേരത്തെ UN റഷ്യ എതിർത്ത് വോട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലെല്ലാം ഇന്ത്യ വിട്ടുനിന്നിരുന്നു. മാത്രവുമല്ല, യുക്രൈൻ അധിനിവേശത്തെക്കുറിച്ച് ഇന്ത്യ ഒരിക്കൽ പോലും പ്രതികരിച്ചിട്ടില്ല. റഷ്യയുമായി പ്രധാനമായും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൾഡ് വാർ മുതലുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ എക്കാലത്തും റഷ്യയുമായി അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. അതുകൊണ്ട് ഈ ഒരു സന്ദർശനത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കും, ദൃഢമാക്കുമെന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. SKN. ഓക്കെ, താങ്ക് യു മെറിൻ മേരി ചാക്കോ. വിദേശ വാർത്തകൾ ഇനി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ. റീന സതീശൻ ചോദിക്കുന്നു, SKN VPക്ക് എന്ത് പറ്റി? VPക്ക് ഇതുവരെ ഒന്നും പറ്റിയതായി അറിവില്ല. എവിടെ പോയി? അദ്ദേഹം ഗാങ്ടക്ക് വരെ പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ 3 ഹായ്
ഹായ് ഹായ് ഹായ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഹായുടെ സ്റ്റൈല്. കേൾക്കാഞ്ഞിട്ട് എന്തോ പോലെ പെട്ടെന്ന് വരാൻ പറയൂ. ഞാൻ ഇപ്പം തന്നെ വിളിച്ചു പറയാം. റീന സതീശൻ അന്വേഷിക്കുന്നു, പെട്ടെന്ന് വരണം എന്ന്. എന്തായാലും വിജയൻ പറയുന്നു വിദേശ വാർത്തയ്ക്ക് PP തന്നെ വരണമെന്ന്. വെറും മേരെ ചാക്കോ ഒന്ന് സൈഡിൽ കൂടെ പോകുന്നുള്ളൂ.